പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ പ്രതികൾക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി ചുമത്തിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുന്നതിനാൽ ഇന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കി. പ്രതികളുടെ മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രവീൺ, പുതിയ വകുപ്പുകൾ കൂടി ചേർത്തിരിക്കുന്നു, കൂടുതൽ കുരുക്കാവുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? കേസിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലാണ്? വിനീത, പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി അമ്മു മരിച്ച സംഭവത്തിൽ ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് എടുത്തിരുന്നത്. പിന്നീട് ഇത് ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന നിലയിലേക്ക് മാറി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി പോലീസ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതോടുകൂടി പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ ചുമതലയിലായിരിക്കും ഇനി അന്വേഷണം നടക്കുക. കാരണം ഈ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം അങ്ങനെ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഡിഎസ്പി റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി പത്തനംതിട്ട ഡിഎസ്പിയുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ അന്വേഷണം നടക്കുക. ഇന്ന് അലിനെയും അഷിതയെയും അഞ്ജനെയും ഈ 3 പ്രതികളെയും കൊണ്ട് വിശദമായിട്ടുള്ള തെളിവെടുപ്പ് പോലീസ് നടത്തിയിരുന്നു. ഹോസ്റ്റലിലും ഒപ്പം തന്നെ കോളേജിലും പോയി വിശദമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തി. അതോടൊപ്പം തന്നെ ഈ പ്രതികളുടെ മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കും. നാളെ രാവിലെ 11 മണിയോടെ ഇവരുടെ കസ്റ്റഡി കാലാവധി തീരുകയാണ്. നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കും. നേരത്തെ കസ്റ്റഡി അപേക്ഷ നൽകിയപ്പോൾ തന്നെ കൂടുതൽ തെളിവെടുപ്പും ഒപ്പം തന്നെ ഇവരുടെ വിശദമായിട്ടുള്ള മൊഴിയെടുപ്പും വേണമെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. വിനീത, പ്രവീൺ പുരുഷോത്തമനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.